പെരുന്നുണയന്മാരെയും പെരുന്നുണച്ചികളെയൊക്കെ നിങ്ങൾ ധാരാളം കണ്ടിട്ടുണ്ടാകാം. ഈശോ പിശാചിനെ വിളിക്കുന്നത് നുണയന്മാരുടെ പിതാവ് എന്നാണ്. നമ്മളുടെ ജീവിതത്തിലും പെരുന്നുണയന്മാരുടെ പിതാവെന്നോ പെരുന്നുണച്ചികളുടെ അമ്മയെന്നോ നമ്മൾ വിളിച്ചു പോകുന്ന വിധത്തിലുള്ള ആളുകളൊക്കെ നമുക്ക് പരിചയമുണ്ട്. ചിലപ്പോൾ നിങ്ങൾ തന്നെ വല്ലാതെ നുണ പറയുന്ന ഒരാളായിരിക്കാം. നിങ്ങൾ വിക്ടർ ലെസ്റ്റിക് എന്നൊരാളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? 1925 പാരീസിലെ ഈഫൽ ടവർ അയാൾ വിൽക്കാൻ ശ്രമിച്ചു. നുണ പറഞ്ഞ് ഈഫൽ ടവർ വിൽക്കാൻ ശ്രമിച്ച ഒരു മനുഷ്യൻ ഈ സ്ക്രാപ്പുകാരുടെ അടുക്കൽ ചെന്ന് ഇയാൾ ഈഫൽ ടവർ പൊളിക്കുകയാണെന്നും ഇരുമ്പ് അവർക്ക് വിൽക്കാൻ തയ്യാറാണെന്നും പറഞ്ഞ് അവിടുന്ന് പണം കൈപ്പറ്റി. ചരിത്രത്തിലെ ഏറ്റവും വലിയ നുണകളിലൊന്നായിട്ട് ഇത് കരുതപ്പെടുന്നുണ്ട്. നമ്മൾ ഈഫൽ ടവറൊന്നും ഇളക്കി മറിച്ച് നുണ പറഞ്ഞ് നഷ്ടപ്പെടുത്താനൊന്നും തയ്യാറില്ല. പക്ഷേ ചില നേരങ്ങളിൽ തള്ളി മറിച്ച് ജീവിതത്തെ തന്നെ ഇല്ലാതാക്കാറുണ്ട്. ഇനി നമുക്ക് സാധാരണ ജീവിതത്തിലേക്ക് വരാം. പ്രിയപ്പെട്ട എൻ്റെ ചങ്ങാതി, എന്തുകൊണ്ടാണ് നമ്മൾ നുണ പറയുന്നത്? നുണ പറയാൻ പല കാരണങ്ങളുണ്ട്. ഒന്ന്, നിസ്സഹായതയുടെ നുണ. ചില നേരങ്ങളിൽ നിങ്ങൾ നിസ്സഹായതയിൽ പെട്ടുപോകുമ്പോൾ നിങ്ങൾ നുണ പറയുന്നതാണ്. നിങ്ങളുടെ അകത്തൊളിപ്പിച്ച് വെച്ചിരിക്കുന്ന കണ്ണീര് മറ്റൊരാൾ കാണാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പുഞ്ചിരി എന്ന കുലീനമായ കള്ളം എടുത്തണിയുന്നു. അതൊരു കള്ളം തന്നെയാണ്, പക്ഷെ അതൊരു കുലീനമായ കള്ളമാണ്. ചില നേരങ്ങളിൽ നിങ്ങൾ ഇല്ലായ്മ വല്ലായ്മകൾ ഒരാളുടെ മുമ്പിലും അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. കാരണം നിങ്ങൾക്ക് അവസാനമായിട്ടുള്ളത് അല്പം സെൽഫ് വർത്താണ്. അതുകൊണ്ട് നഷ്ടപ്പെടുത്തി കളയാൻ നിങ്ങൾ തയ്യാറല്ല. അതുകൊണ്ട് ഒന്നുമില്ലാത്തവനോ ഒന്നുമല്ലാത്തവനോ ആയി അവതരിപ്പിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ നുണ പറയുന്നു. വാക്കിലും നോക്കിലും സമ്പന്നത അഭിനയിക്കുന്നു. അതൊക്കെ നിസ്സഹായതയുടെ നുണ പറച്ചിലും നുണ ജീവിക്കലുമാണ്. രണ്ട്, നിങ്ങൾക്ക് വല്ലാത്ത സങ്കടങ്ങൾ വരുമ്പോൾ നിങ്ങൾ നുണ പറഞ്ഞു തരാം. നമ്മുടെ ഏറ്റവും വലിയ സങ്കടം എന്താണ്? ഏറ്റവും സങ്കടപ്പെടുന്ന കാര്യം എന്താണ്? മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് തുണി ഉരിയപ്പെടുമോ എന്നുള്ള ആ ഒരു ചിന്ത നൽകുന്ന സങ്കടമാണ് ഏറ്റവും വലിയ സങ്കടം. അതാണ് ഏറ്റവും വലിയ വ്യാകുല വിചാരം. നിങ്ങൾ പൂർണ്ണമായിട്ടും മുഖം നഷ്ടപ്പെട്ടവനായി, ഊരും വേരും പേരും പറിച്ചെറിയപ്പെട്ടവനായിട്ട്, പിച്ച് ചീന്തി എറിയപ്പെട്ടവനായിട്ട് മാറുകയാണ്. ആ ഒരു സങ്കടം ഇല്ലാതാക്കാൻ വേണ്ടി നിങ്ങൾ ചിലപ്പോൾ നുണ പറയും. മറ്റുള്ളവരുടെ മുമ്പിൽ കൊച്ചാക്കാതിരിക്കാൻ വേണ്ടി നിങ്ങളൊരു നുണ പറഞ്ഞു പോവുകയാണ്. അതും ഒരു നിസ്സഹായതയുടെ നുണ തന്നെയാണ്. അടുത്തതായിട്ട്, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി നുണ പറഞ്ഞു തരാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ എല്ലാവരും കൂടി വല്ലാതെ മുറിപ്പെടുത്തും. അപ്പോൾ പ്രൊട്ടക്റ്റഡ് ആകാൻ വേണ്ടി നിങ്ങൾ നുണ പറയുകയാണ്. ചില വീടുകളിലൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ട് നിങ്ങൾ നുണ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ നിങ്ങൾ ചില വീടുകളിൽ ഭാര്യ ഭർത്താവ് ഒന്ന് പുറത്തു പോകുന്ന പോലും വീട്ടുകാർക്ക് ഇഷ്ടമില്ലാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ എന്തു ചെയ്യും? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കലഹമാണ്. അപ്പോൾ ഇവർ പറയും പുറത്തു പോകുന്നതല്ല, അത്യാവശ്യമായിട്ട് ആശുപത്രി പോകുന്നതാണ്, അല്ലാതെ വിനോദയാത്രയൊന്നുമല്ല, അല്ലെങ്കിൽ സിനിമ കാണാൻ പോയതല്ല, പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോയതല്ല, ആശുപത്രി പോയതാണ്. അങ്ങനെ എങ്ങനെയുള്ള നുണകളൊക്കെ പറയും. അതും നിസ്സഹായതയുടെ നുണ തന്നെയല്ലേ? ഇനി ചില മനുഷ്യർ സഹതാപം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി നുണ പറഞ്ഞുകൊണ്ടിരിക്കും. മറ്റുള്ളവരുടെ ശ്രദ്ധ നേടിയെടുക്കുന്നതിന് വേണ്ടി നുണ പറയും. ചില ആളുകളെ നിങ്ങൾക്കറിയാം, അവരിങ്ങനെ നിങ്ങളെ കണ്ണീരണിയിപ്പിക്കുന്ന കഥ പറഞ്ഞുകൊണ്ടിരിക്കും. അവരുടെ ജീവിതത്തിൽ സംഭവിച്ച കഷ്ട നഷ്ട അനുഭവങ്ങളുടെ കഥ. ആരും അല്ലാത്തവർ, എല്ലാം നഷ്ടപ്പെട്ടു പോയവർ, അനാഥ ബാല്യമുള്ളവർ, ഏകാന്തമായ കൗമാരിയുള്ളവർ, ഇങ്ങനെ കഥ പറയുമ്പോൾ പാവപ്പെട്ട നിങ്ങളങ്ങ് വീണു പോകും. ഫ്ലാറ്റാക്കാനായിട്ട് ഇവർ നുണകളുടെ ഒരു ഫ്ലാറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് കയറി നിങ്ങളിങ്ങനെ ഫ്ലാറ്റായി പോകുന്നതുകൊണ്ട് അങ്ങനെ സംഭവിക്കാറുണ്ട്. ആ തരത്തിലുള്ള നുണ പറച്ചിൽ ചിലർക്കതൊരു ഭയങ്കര രോഗമായിട്ടും മാറാറുണ്ട്. ഫാബുലിസ്റ്റുകൾ എന്നവർ പറയാം. അതായത് ഫാബുലസ് ആയിട്ടുള്ള കഥ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കഥ പറയുന്നതിന്
കഴിവുള്ള ആളുകൾ റൈറ്റേഴ്സൊക്കെ ആയിട്ട് മാറുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഈ ക്രിയേറ്റീവ് ലൈയിങ് ഉണ്ട്. നമ്മൾ ഈ അപസർപ്പക നോവലൊക്കെ എഴുതാൻ സാധിക്കുന്നവർ ഈ ക്രിയേറ്റീവ് ലൈയിങ് നടത്തുന്നവരാണ്. വളരെ സൃഷ്ടിപരമായിട്ട് നുണ പറയാൻ കഴിയുന്ന ആളുകൾ, വിശ്വസിപ്പിക്കുന്ന അവിശ്വസനീയ കാര്യം. അതൊരു കപ്പാസിറ്റി കൂടിയാണ്. ഇനി ചില മനുഷ്യർ നുണ പറയുന്നത് അധികാരം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ രാഷ്ട്രീയക്കാരൊക്കെ പലപ്പോഴും നുണകൾക്ക് മേൽ നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കും. കല്ല് വെച്ച നുണയെന്ന് പറയില്ലേ. പക്ഷെ അവർ പറയുന്ന രീതി കണ്ട് ആരും വിശ്വസിച്ചു പോകും. ചിലപ്പോൾ അവർ വളരെ ആധികാരികതയുടെ മുഖംമൂടി അണിഞ്ഞ് സംസാരിക്കും, ചിലപ്പോൾ ദയനീയതയുടെ മുഖഭാവം അണിഞ്ഞ് സംസാരിക്കും, ചിലപ്പോൾ ദേശസ്നേഹം, മനുഷ്യസേവനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നുണ പറയും. ചില നേരങ്ങളിൽ അവർ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്ന മട്ടിൽ നുണ പറയും. നമ്മൾ പാവങ്ങൾ ആ പറയുന്ന ഭാഷ കേട്ടിട്ട്, ശരീരഭാഷ കണ്ടിട്ട് അതൊക്കെ വിശ്വസിക്കും. ഏറ്റവും നല്ല ഉദാഹരണം അഡോൾഫ് ഹിറ്റ്ലറാണ്. അഡോൾഫ് ഹിറ്റ്ലർ 1925 അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ ഇങ്ങനെ എഴുതുന്നുണ്ട്: ഒരു വലിയ നുണ ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് വലിയ ബുദ്ധിവികാസമില്ലാത്ത മനുഷ്യർ അത് വിശ്വസിക്കും. 2 കണ്ടീഷനാണ്. നുണ വലുതായിരിക്കണം, വലിയ നുണയായിരിക്കണം, ആവർത്തിച്ച് ഈ ഗവൺമെൻറ് വൃത്തങ്ങളിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കണം, ആളുകളുടെ ഇടയിലേക്ക് പ്രൊപ്പഗാൻഡ നടത്തിക്കൊണ്ടിരിക്കണം. പതുക്കെ ആവർത്തിച്ച് പറയപ്പെട്ട വലിയ നുണ വലിയ സത്യമായിട്ട് ആളുകൾ അംഗീകരിച്ചു തുടങ്ങും. ഇനി അതിനെതിരെ സംസാരിക്കുന്നവരെ ആളുകൾ കുറ്റപ്പെടുത്താൻ തുടങ്ങും. സത്യത്തിനെതിരെ നിൽക്കുന്ന ആളുകളായിട്ട് സത്യവാദികൾ മാറുകയും ചെയ്യും. ഇത് ഹിറ്റ്ലറുടെ ഒരു രീതിയായിരുന്നു. പക്ഷെ നമ്മുടെ നാട്ടിൽ മഹാഭാരതത്തിൽ ഇങ്ങനെയൊരു നുണപറച്ചിൽ രാഷ്ട്രീയ രീതിയായി മാറുന്നൊരു ചിത്രമുണ്ട്. ദ്രോണാചാര്യർ എല്ലാവരും തകർത്തെറിഞ്ഞുകൊണ്ട് അജയ്യനായിട്ട് മുന്നേറുകയാണ്. അയാളെ തോൽപ്പിച്ച് കളയണം. അപ്പോൾ ഭീമൻ എന്ത് ചെയ്തു? ഒരു ആനയെ കൊന്നു. അത് കൃഷ്ണൻ പറഞ്ഞിട്ടാണ്. ഭീമൻ ഒരു ആനയെ കൊന്നു. യുധിഷ്ഠിരൻ ഈ ദ്രോണാചാര്യൻ്റെ അടുക്കൽ, ശരിക്കും ഇയാളും ഗുരു തന്നെയാണ്, യുധിഷ്ഠിരൻ ഗുരുവായ ദ്രോണാചാര്യൻ്റെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു: അശ്വത്ഥാത്മാ ഹതഹ. അശ്വത്ഥാത്മ എന്ന് പറയുന്നത് ഇയാളുടെ മകൻ്റെ പേരാണ്. അശ്വത്ഥാത്മാ ഹതഹ. എന്നിട്ട് അടുത്ത വാചകമുണ്ട്: കുഞ്ചരഹ, ആനയാണ്. അപ്പോൾ അശുദ്ധാത്മ മരിച്ചു എന്ന് ഉച്ചത്തിൽ പറഞ്ഞ് കുഞ്ചരഹ, ആനയാണ് എന്ന് പറഞ്ഞ് സ്വരം താഴ്ത്തി പറഞ്ഞു. ആ സമയത്ത് പടക്കം പൊട്ടിക്കലും ബഹളവും മറ്റും കൂട്ടുകയും ചെയ്തു. അപ്പോൾ ദ്രോണാചാര്യർക്ക് 2ാം ഭാഗം അത്രയ്ക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റിയില്ല. ജീവൻ്റെ ജീവനായ മകൻ മരിച്ചു എന്നറിഞ്ഞോടുകൂടി ഇയാളുടെ ശക്തി ചോർന്നുപോയി. കരുത്ത് ചോർന്നുപോയ മനുഷ്യൻ പിന്നെ യുദ്ധം ചെയ്യാൻ പറ്റാതെ തളർന്നുപോയി. യുദ്ധത്തിൽ മറുഭാഗം ജയിക്കുകയും ചെയ്തു. ഇങ്ങനെ മനുഷ്യർ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പവർ നേടിയെടുക്കാൻ വേണ്ടിയും മറ്റുള്ളവരുടെ പവർ ഇല്ലാതാക്കാൻ വേണ്ടിയും ശ്രമിക്കാറുണ്ട്. അത് അധികാരത്തിന് വേണ്ടിയുള്ള നുണ പറച്ചിലാണ്. ഇനി അനുകമ്പയുള്ള നുണയുണ്ട്. ഇപ്പോൾ ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് എന്ന സിനിമ നിങ്ങൾ ഓർത്ത് നോക്കുക. അതിൽ ഷിൻഡ്ലർ നുണ പറഞ്ഞ് ഒരുപാട് യഹൂദരെ രക്ഷിക്കുകയാണ്. ഈ ഹിറ്റ്ലറുടെ കാലയളവിൽ ഇഷ്ടം പോലെ കൃപ നിറഞ്ഞ നുണ പറഞ്ഞ് യഹൂദന്മാരെ രക്ഷിച്ച ആളുകളുണ്ട്. അവരവരുടെ വീടുകളിലും പള്ളികളിലും കോൺവെൻറ്റുകളിലും ഒക്കെ യഹൂദരെ പാർപ്പിച്ച് ആരും ഇല്ല എന്ന് നുണ പറഞ്ഞ് അവർ രക്ഷിച്ചെടുത്തവരാണ്. അത് അനുകമ്പാർദ്രതയുടെ നുണയാണ്. ചില സമയങ്ങളിൽ സ്നേഹം കൊണ്ട് നിങ്ങൾക്ക് നുണ പറയേണ്ടി വരും. രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾക്ക് നുണ പറയേണ്ടി വരും. ഒരാളോടുള്ള കാരുണ്യ വായ്പ നിമിത്തം നിങ്ങൾക്ക് നുണ പറയേണ്ടി വരും. എല്ലാ സത്യങ്ങളും കൃപ നിറഞ്ഞ സത്യങ്ങളാകണമെന്നില്ല. അപ്പോൾ അങ്ങനെയുണ്ട് നുണകൾ. ഇനി ചില നേരങ്ങളിൽ നിങ്ങൾക്ക് കടുത്ത അസൂയ വന്നിട്ട് നുണ വരാം. ഷേക്സ്പിയറിൻ്റെ ഒഥല്ലോയെ ലാഗോ എന്ന് പറയുന്ന കഥാപാത്രം ഭാര്യയോട് അസൂയ പൂണ്ട് അവളെക്കുറിച്ച് നുണ പറഞ്ഞു. അതങ്ങൾ അക്ഷരാർത്ഥത്തിൽ വിശ്വസിച്ചിട്ട് ഭാര്യയെ ഒഥല്ലോ കൊന്നു കളഞ്ഞു. പിന്നീട് അസത്യമായിരുന്നു അതെന്ന് മനസ്സിലാക്കിയപ്പോൾ അയാളത്തിനെയും കൊന്നു കളഞ്ഞു. ഈ മറ്റുള്ളവരോട് അസൂയ മുഴുത്ത് അവരെക്കുറിച്ച് അപവാദം പറഞ്ഞ് നുണ പറഞ്ഞ് പരുത്തി നടക്കുന്ന മനുഷ്യരുണ്ട്.
അവർക്ക് അസൂയാണ് കാരണം, അസൂയയുടെ നുണ. ഇനി പ്രിയപ്പെട്ട സുഹൃത്തെ, ജീവിതത്തിൽ പല പല നുണകളുണ്ട്. ചിലപ്പോൾ വെളുത്ത നുണ, വൈറ്റ് ലൈ എന്ന് പറയുന്ന നുണ. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ചിലതിനെയെല്ലാം വെളുത്ത നിറത്തിലാക്കി മാറ്റാൻ ഉതകുന്ന വിധത്തിലുള്ള ലൈറ്റ് ലൈ അല്ലെങ്കിൽ വൈറ്റ് ലൈ നിങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അത്രയ്ക്കങ്ങ് അപകടമൊന്നും ഉണ്ടാക്കാത്ത ചില നുണകളൊക്കെ ചിലപ്പോൾ കൃപ പോലെയാണ്. ആ നുണകളൊക്കെ പറഞ്ഞൊക്കെയാണ് ആളുകൾ മുന്നോട്ട് പോവുക. വിശപ്പുണ്ടെങ്കിലും അമ്മമാർ പറയില്ലേ, എനിക്ക് വിശപ്പൊന്നുമില്ല, ഭക്ഷണമില്ലാത്തതാണ് കാരണം. അവർ അപ്പോഴും പറയും വിശപ്പില്ല. അതിഥികൾക്ക് എല്ലാ ഭക്ഷണവും കൊടുത്തു കഴിഞ്ഞു, അവർ നുണ പറയും എനിക്ക് വിശപ്പില്ല. ഇനി ആശുപത്രിയിൽ കൊണ്ടുപോയി മക്കൾ പൈസ ഒന്നും ചിലവാക്കണമെന്ന് എഴുതിയിട്ട് എനിക്കൊരു അസുഖമില്ല എന്നൊരു അപ്പം പറഞ്ഞെന്ന് വരാം, എനിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല, പ്രശ്നമില്ല എന്നിട്ടാണ് ഇവിടെ നുണ പറയുകയാണ്. അതുപോലെ തന്നെ മക്കളൊക്കെ വിട്ടുപേക്ഷിച്ച് പോകുമ്പോഴും മാതാപിതാക്കൾ നിധി കാക്കുന്ന ഭൂതങ്ങളെപ്പോലെ ഈ വലിയ കൊട്ടാരം പോലുള്ള വീട്ടിൽ കഴിഞ്ഞുകൊണ്ട് പറയും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, നിങ്ങൾ സമാധാനത്തിൽ പോയിക്കോ. നുണയാണ്. നല്ല പ്രശ്നമുണ്ട്, നല്ല സങ്കടമുണ്ട്, ഏകാന്തതയുടെ വീർപ്പോട്ടിലുണ്ട്, പക്ഷേ അവർ നുണ പറയുകയാണ് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. നുണയാണ്. ഇതൊക്കെ കൃപ നിറഞ്ഞ നുണകളാണ്. ഇനി പ്രിയപ്പെട്ട സുഹൃത്തെ, ഇതിനപ്പുറത്തേക്ക് പേടിപ്പിക്കുന്ന നുണകളുണ്ട്. പത്തോളജിക്കൽ ലയർ. അതായത് നുണ പറച്ചിൽ രോഗമാക്കി മാറ്റിയ മനുഷ്യരുണ്ട്. ആ അവസ്ഥ എന്താണ്? മിത്തോമാനിയക് എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. ഈ വായ തുറന്നാൽ നുണയെ പറയും. അങ്ങനത്തെ നുണയരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവരെ ചികിത്സിച്ച് അവരുടെ രോഗം ഭേദമാക്കാനാവും. അത് രോഗമാണ്. കുറച്ചുകൂടി ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ സ്യൂഡോളോജിയ ഫൻറ്റാസ്റ്റിക്ക എന്ന അവസ്ഥയാണ്. അതായത് സ്യൂഡോ ആയിട്ടുള്ള ഫൻറ്റാസ്റ്റിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊരു തരം രോഗാവസ്ഥയാണ്. വായ തുറന്നാൽ നുണയെ പറയൂ എന്നുള്ള അവസ്ഥ നിങ്ങളുടെ കുഞ്ഞിനോ നിങ്ങളുടെ ജീവിത പങ്കാളിക്കോ നിങ്ങളുടെ സഹോദരങ്ങൾക്കോ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ചികിത്സിച്ച് ഭേദമാക്കേണ്ട ഒരു ദുരന്ത രോഗം തന്നെയാണ്. ഇനി പ്രിയപ്പെട്ട ചങ്ങാതി, ഒരാൾ നിങ്ങളെ നിരന്തരം പറ്റിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാനിത് പറയുമ്പോൾ ബോഡി ലാംഗ്വേജ് അക്ഷരാർത്ഥത്തിൽ പഠിച്ചെടുത്ത് ഓരോ മൂവ്മെൻറ്റും വ്യാഖ്യാനിക്കാം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് സാധാരണ സയൻസ് പറഞ്ഞു തരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ചില ചലനങ്ങളൊക്കെ നുണ പറഞ്ഞവരുടെ സാധാരണ ചലനങ്ങളായി മാറാറുണ്ട്. നമ്മളിപ്പോൾ പോളിഗ്രാഫ് ടെസ്റ്റ് എടുത്താറുണ്ടല്ലോ, അവിടെ എന്താണ് നോക്കുന്നത്? ഫിസിയോളജിക്കൽ റെസ്പോൺസ് അനുസരിച്ചാണ് ഒരാൾ നുണയാണോ സത്യമാണോ പറയുന്നതെന്ന് മനസ്സിലാക്കുക. BP, റെസ്പിറേറ്ററി റേറ്റ്, അതിൽ വരുന്ന വേരിയേഷനും കണ്ടിട്ടാണ് ഒരാൾ സത്യമാണോ നുണയാണോ പറയുന്നതെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നുണ പറയുന്നവർ സാധാരണഗതിയിൽ നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കില്ല. സാധാരണഗതിയിൽ ചില മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പറയുന്നുണ്ട്, പേടി കൊണ്ടും ആകാം. പക്ഷെ നുണ പറയുന്നവർ ഒട്ടും നിങ്ങളുടെ മുഖത്തേക്ക് നോക്കിയെന്ന് വരില്ല. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, മുഖത്തേക്ക് നോക്കിയില്ല എന്ന് കരുതി അയാൾ കള്ളനാണെന്ന് പറഞ്ഞേക്കരുത്. അകാരണമായ പേടി കൊണ്ട് ഭയന്ന് പറിച്ച ഒരാൾ നിങ്ങളുടെ മുഖത്തേക്ക് പോകുന്നത് അത് നിങ്ങൾ പേടിപ്പെടുന്ന ആളുകൊണ്ടായിരിക്കാം. പക്ഷേ കള്ളം പറയുന്നവരും മുഖത്ത് നോക്കില്ല. ഇനി കള്ളം പറയുന്ന അറിയാതെ നിങ്ങൾ മുമ്പിലിരിക്കുമ്പോൾ അവരുടെ മുഖം മൊത്തത്തിൽ മറക്കുന്ന രീതിയിൽ അവരുടെ കൈ ഇങ്ങനെ കൊണ്ടുവരും, അവരുടെ മൂക്കത്ത് തൊടും, അല്ലെങ്കിൽ അവർ വായ പൊത്തിപ്പിടിക്കുന്ന പോലെ നിൽക്കും. അറിയാതെ അവർ ഹെയർ ശരിയാക്കിക്കൊണ്ടിരിക്കും. അറിയാതെ അവരിങ്ങനെ കൈയും കാലൊക്കെ അനക്കി നിങ്ങളുടെ ശ്രദ്ധ മാറ്റിക്കളയുന്ന വിധത്തിൽ പല ശ്രമിക്കും. അപ്പോൾ ഒരാൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധ മാറ്റുന്ന വിധത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മിക്കവാറും അയാൾ നുണ പറയുകയാണ്. മാത്രമല്ല അയാളിപ്പോൾ ചിരിക്കാൻ ശ്രമിച്ചാലും അതൊരു വളിച്ച ചിരിയായി മാറിപ്പോകും. ആ ചിരി കണ്ണിൻ്റെ ചിരിയല്ല, അത് അധര വ്യായാമം മാത്രമായിട്ട് മാറും. മാത്രമല്ല പറയുന്ന കാര്യങ്ങൾ ഇത്തിരി സ്ലോ ആയി പോകും പെട്ടെന്ന്, അല്ലെങ്കിൽ വളരെ ഫാസ്റ്റായി പോകും, അല്ലെങ്കിൽ വിക്കിപ്പോവും. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ പേടി കൊണ്ട് ഇതൊക്കെ തന്നെ സംഭവിക്കാം. അപ്പോൾ ഇതൊക്കെ എക്സാക്ട്ലി ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ആരെയും വിധിച്ചേക്കരുത്. ഞാൻ പറയുന്നത് സാമാന്യ തത്വങ്ങളാണ്. ചിലപ്പോൾ അതൊക്കെ തെറ്റാം. ഇതൊക്കെ സാധാരണ രീതിയിലുള്ള സത്യങ്ങളാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളിതിനെ അനലൈസ് ചെയ്ത് നോക്കുക, ഇത് ഇത്രത്തോളം ശരിയായിരിക്കാം, കുറേയൊക്കെ ശരിയാണ് ഈ പറയുന്നത്. ഇനി പ്രിയപ്പെട്ട സുഹൃത്തെ, വല്ലാതെ പത്തോളജിക്കലായിട്ട് നുണ പറയുന്ന ഒരാളെ മരുന്ന് കൊണ്ട് പോലും നിങ്ങൾക്ക് നേരെയാക്കാൻ പറ്റില്ല. മരുന്നെടുക്കുന്നത്
അയാളെ കുറച്ചും കൂടി ഒന്ന് കാമാക്കാനായിരിക്കും. അപ്പോൾ വല്ലാതെ പതോളജിക്കലായിട്ട് നുണ പറയുന്ന ഒരാളുണ്ടെങ്കിൽ അയാളെ ഉൾക്കൊള്ളുക എന്നല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല. അയാൾ പറയുന്നത് കേട്ട് പേഴ്സണലായി ദുഃഖിച്ച് സ്വയം ദ്രവിപ്പിച്ച് ദഹിപ്പിച്ച് നിങ്ങളുടെ ജീവിതം കൂടി കെടുത്തിക്കളയേണ്ട ആവശ്യമില്ല. അയാളെ മാറ്റാൻ നിങ്ങൾക്ക് പറ്റില്ല, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളെ മാറ്റാൻ പറ്റും. ഇരുട്ടത്ത് ജീവിക്കുമ്പോഴും വ്യക്തമായിട്ടിരിക്കാൻ ഒരാൾക്ക് പറ്റും. അകത്ത് ബേൺ ചെയ്യണം എന്ന് മാത്രം. ഇഫ് യു വാണ്ട് ടു ഷൈൻ യു മേ ഹാവ് ടു ബേൺ. അത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക. എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി, നല്ല യാത്ര നേരുന്നു.